വക്കം പണയൽക്കടവ് നിലയ്ക്കാമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. റോഡിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വക്കം ഗുരുമന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ 500ഓളം ജനങ്ങളാണ് മുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തത്. വക്കം ജനകീയ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ ജാഥയാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. റോഡ് പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സമരരംഗത്തേക്ക് വന്നത്. ആദ്യം നമ്മളൊരു റോഡ് ഉപരോധമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രതിഷേധം കണ്ടുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി റോഡ് പണി ആരംഭിക്കുകയും ചെയ്തു. റോഡ് പണി ആരംഭിച്ച ഈ ഒരു അവസരത്തിൽ നമ്മൾ അതിനെ മാനിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ രീതി നമ്മൾ മാറ്റിക്കൊണ്ട് ഒരു പ്രതിഷേധ ജാഥ നമ്മുടെ 6 മാസത്തോളം ഈ ജനങ്ങളുടെ നടുവടിച്ച ഈ ഒരു റോഡ് പണി വൈകിപ്പിച്ചതിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ തുടർന്നുണ്ടാകാതിരിക്കാനായി ഒരു താക്കീതെന്ന നിലയിലാണ് ഇന്ന് വക്കത്തെ പൊതുസമൂഹം മുഴുവൻ ഇവിടെ അണിനിരന്നുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി ഇന്ന് ആ കണ്ടുനിന്ന ഓരോരുത്തരും ജാഥ കണ്ടപ്പോൾ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓടി വന്ന് ഇതിൽ അണിചേരുകയായിരുന്നു. ആ നിലയിലുള്ള വലിയൊരു വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് വക്കം ജനകീയ പൗരസമിതിക്ക് ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പ്രതിസന്ധിയിലായതോടെ വോട്ട് നൽകി വിജയിപ്പിച്ചവരോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ട വക്കത്തെ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൈകോർത്ത കൂട്ടായ്മയാണ് ജനകീയ പൗരസമിതി. ദിവസങ്ങൾക്ക് മുമ്പ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നതോടെയാണ് അധികാരികൾ കണ്ണു തുറന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ 17-ാം തീയതി SN ജംഗ്ഷനിൽ നമ്മൾ കൂടി SNDP ഹാളിൽ വെച്ച് കൂടിയ പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസ് വരെ വരികയും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് വിജയാഹ്ലാദമാണ് നമ്മൾ ഇന്നിവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ റോഡ് പണി ഇനിയും നല്ല രീതിയിൽ നീട്ടിക്കൊണ്ട് പോയില്ല. ഉടനെ ഇതൊരു സൂചന മാത്രമാണെന്നാണ് നമ്മുടെ പൗരസമിതി മൊത്തത്തിൽ നമ്മൾ ഒന്നടങ്കം നമ്മൾ ജനങ്ങൾ അവകാശത്തിന് വേണ്ടിയിട്ടാണ് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ ആദ്യ ഘട്ടത്തിൽ 300ഓളം ജനങ്ങളാണ് പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റ യാത്രയാണ് നടന്നത്, പ്രതിഷേധമാണ് നടന്നത്. അപ്പോൾ നമ്മളെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ആദ്യ ആ ഒരു സൂചന പണിമുടക്കിന് പ്രതിഷേധത്തിന് സാധിച്ചിട്ടുണ്ട്. അതെ, സാധിച്ചു. തീർച്ചയായിട്ടും 100% വിജയിക്കുകയും ചെയ്തു. ഇനി നമ്മളുടെ ഇതൊരു താക്കീതായിട്ടാണ് അധികാരികൾ കണക്കിലാക്കേണ്ടത് എന്ന് മാത്രം, ഒരു സൂചന മാത്രം എന്ന് നമ്മൾ ഇത് അവതരിപ്പിച്ചിരുന്നു. ന്യൂസ് ഡയറി കേരളം, കടക്കാവൂർ.